കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. കേരളം മുഴുവൻ വിധി എഴുതിയാലും അതിനെ മാറ്റി എഴുതാൻ കെൽപ്പുള്ള ഒരാൾ, ദി ക്രിമിനൽ ലോയർ അഡ്വക്കേറ്റ് ആളൂരാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. സർ നമസ്കാരം. നമസ്കാരം. സാഹചര്യ തെളിവുകളുള്ള കേസിൽ യാതൊരു കാരണവശാലും ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഗ്രീഷ്മയ്ക്ക് കൊടുത്ത ഡെത്ത് പെനാൽറ്റി അക്കോർഡിംഗ് ടു മീ ഈസ് എ റോങ് മെസ്സേജ് ടു ദ പബ്ലിക്. ഈ ഗ്രീഷ്മയുടെ കേസ് സാറാണ് വാദിച്ചിരുന്നതെങ്കിൽ ഗ്രീഷ്മയ്ക്ക് ഈ വധശിക്ഷ കിട്ടില്ലായിരുന്നു എന്നാണ്. ഞാനാണ് വാദിച്ചിരുന്നതെങ്കിൽ ഞാൻ അതിനേക്കാൾ എക്സ്റ്റന്റ് പോലെ പ്രതിയെ ശിക്ഷിക്കാൻ പോലും സാധിക്കില്ല. സത്യം പറഞ്ഞ ആശാന്റെ കഴി വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. സാർ അപ്പോഴും സാർ വാദിച്ച പല കേസുകളും തോറ്റുപോയിട്ടുള്ളതാണ് പതിവ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അപ്പോഴും കേരളം മുഴുവൻ ഉറ്റുനോക്കിയിരിക്കുന്നത് ഗ്രീഷ്മ എന്ന കുട്ടിയുടെ വധശിക്ഷ തന്നെയാണ്. 100% ഞാൻ യോജിക്കുന്നു. ഒരാൾ നീതിക്ക് പോരാടുന്നതിന് വേണ്ടി എന്റെ അടുത്ത് ഡിഫൻസ് ലോയറായിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പ്രോസിക്യൂഷനും എന്നെ സമീപിക്കാം. അപ്പോഴും സാറിന്റെ കേസുകളെല്ലാം എടുത്തു നോക്കിയാലും പ്രതികൾക്ക് വേണ്ടി വാദിച്ച വക്കീൽ എന്നൊരു ടാഗ് ലൈൻ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ, പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. അങ്ങനെയാണെങ്കിൽ പൈസ കിട്ടിയ എത്ര തരം താഴ്ന്ന കേസും ഏറ്റെടുക്കാൻ സാർ റെഡി ആവുമോ? കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ഗ്രീഷ്മയ്ക്ക് വേണ്ടി അവസാന നിമിഷം സാറ് വരും എന്നാണ്. അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? നോക്കൂ, ഞാൻ നേരത്തെ തന്നെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, എൻ്റെ ഒരു സുഹൃത്ത് അഭിഭാഷകൻ, അദ്ദേഹവുമായിട്ട് ഈ അമ്മാവൻ ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോൾ അപ്പീൽ കൊടുക്കാനായിട്ട് ഒരു പക്ഷേ ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രീഷ്മയ്ക്ക് നീതി നടപ്പാക്കാൻ വേണ്ടി ഞാൻ മുൻപന്തിയിലുണ്ടാകും. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല, അവന്റെ അച്ഛന്റെ അതേ പ്രകൃതം. പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല. സാറിന്റെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ, സാറിന്റെ മകൾക്കാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ, പ്രതി സാറിനോട് വന്ന് എനിക്ക് നീതി വേണം, എനിക്കിങ്ങനെ സംഭവിച്ചു പോയി, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ സാർ ആരുടെ കൂടെ നിൽക്കും? മകളുടെ കൂടെയാണോ? ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ. സുനോട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ചുമക്കാതെ പറ്റില്ലല്ലോ. എൻ്റെ കുടുംബത്തിൽ നടന്ന സാഹചര്യത്തിൽ എന്നോട് നീതി നടപ്പാക്കണമെന്ന് എൻ്റെ കുടുംബക്കാർ പറയുകയാണെങ്കിൽ പ്രതിയല്ല, പ്രതിയുടെ അപ്പൻ വന്നാലും ഞാൻ ആ കേസ് ഏറ്റെടുക്കില്ല. അതിനെ സാറത്തിന് ചൂടാവുന്ന കാര്യം പറഞ്ഞാ പോരെ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി.